ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 15 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് സുമിത്രയും ശിവദാസ മേനോനും ശ്രീകുമാറും കൂടി സുമിത്രയുടെ ബൊട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ പ്രശസ്ത സിനിമാ താരത്തെ കാണാൻ ഹോട്ടലിൽ എത്തിച്ചേരുന്നു. ഹോട്ടലിലെത്തിയപ്പോൾ സുമിത്രയുടെ നെഞ്ചെടുപ്പ് കൂടി. ഇപ്പോൾ അദ്ദേഹത്തെ കാണേണ്ടെന്നും പിന്നീട് വരാമെന്നും ഒക്കെ സുമിത്ര പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ശ്രീകുമാറും ശിവദാസ മേനോനും സുമിത്രയെ നിർബന്ധിച്ച് ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മൂവരും അദ്ദേഹത്തെ കാണാനായി വെയിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മാനേജർ വന്ന് അറിയിക്കുന്നു. പുലരും വരെ ഫിലിമിന്റെ ഷൂട്ട് ഉണ്ടായിരുന്ന മൂലം അദ്ദേഹം ഉറക്കത്തിലാണെന്നും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനും പറയുന്നു. എന്നാൽ ഇനാഗ്രേഷൻ ചെയ്യേണ്ടത് ജുവല്ലറി, ടെക്സ്റ്റൈൽസ്, അങ്ങനെ ഏത് കടയാണെന്നും എത്ര സ്ക്വയർ ഫീറ്റ് വരുമെന്നൊക്കെ മാനേജർ ചോദിക്കുന്നതിനെ തുടർന്ന് തങ്ങളുടേത് വളരെ ചെറിയൊരു കടയാണെന്നും സ്ക്വയർ ഫീറ്റ് ഒന്നും അളന്ന് നോക്കിയിട്ടില്ല എന്നുമൊക്കെ സുമിത്ര മാനേജറിനോട് പറയുന്നു. മാനേജറിന്റെ മുഖത്ത് വലിയ തൃപ്തിയൊന്നും കാണുന്നില്ല. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാനും ഉണരുമ്പോൾ നിങ്ങളുടെ കാര്യം അദ്ദേഹത്തോട് പറയാമെന്നും പറഞ്ഞ് മാനേജർ പോകുന്നു. അടുത്ത് കാണിക്കുന്നത് സരസി അമ്മ ഓഫീസിലിരിക്കുന്ന സിദ്ധാർത്ഥിനെ ഫോൺ വിളിച്ച് പറയുന്നു. സുമിത്ര അച്ഛനെയും കൂട്ടി അവളുടെ കട ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ താരത്തെ കാണാൻ പോയിരിക്കുക. അവൾക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? വയ്യാത്ത ആ മനുഷ്യനെ നിർബന്ധിച്ച് കൊണ്ടുപോയേക്കും അവള്. ശ്രീകുമാറും അങ്ങേരുമാ അവളുടെ എല്ലാ അഹങ്കാരത്തിനും കൂട്ടു നിൽക്കുന്നത്. സിദ്ധാർത്ഥ സരസ്വമ്മയോടായി. ഏത് സിനിമാ താരത്തെ കാണാനാ അമ്മ അവർ പോയത്? സരസ്വമ്മ: അതൊക്കെ ആരോടെങ്കിലും പറയൂ, എല്ലാം രഹസ്യമായി വെച്ചിരിക്കുകയല്ലേ. അവള് നിന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ? ബന്ധം പിരിയാൻ നിൽക്കുവാണേലും ഇപ്പോഴും അവൾ നിന്റെ ഭാര്യ തന്നെയല്ലേ? സിദ്ധാർത്ഥ്: എനിക്കവളെ നിലയ്ക്ക് നിർത്താൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല അമ്മേ. ഞാൻ എന്തേലും പറഞ്ഞാൽ അവൾ മറുപടി പറയും, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാ. സസ്യമ്മ: മോനെ, ഇക്കാര്യം നീ അവളോട് ചോദിക്കണം. അവളെ നിലയ്ക്ക് നിർത്തുകയും വേണം. ഇതേസമയം സരസ്യമ്മയുടെ ഈ കുശുമ്പ് പറച്ചില് മല്ലിക കേൾക്കുന്നുണ്ടായിരുന്നു. മല്ലിക സരസ്യമ്മയോടായിട്ട്: നിങ്ങളെന്തിനാ സരസ്യമ്മേ സിദ്ധാർത്ഥ സാറിനോട് ഇങ്ങനെ നുണ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത്? സരസ്യമ്മ: ഞാൻ എന്തു നുണയാടി പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? മല്ലിക: എന്ത് സത്യം? ശിവദാസൻ സാറല്ലേ സുമിത്രേച്ചി നിർബന്ധിച്ചു കൊണ്ടുപോയത്, അല്ലാതെ സുമിത്രേച്ചി ശിവദാസൻ സാറിനെ നിർബന്ധിച്ചു കൊണ്ടുപോയതല്ലോ. സരസ്യമ്മ: എനിക്ക് തോന്നുന്ന രീതിയിൽ പലതും പറയും. അതിന് നിനക്കെന്താടി? അവള് സിദ്ധുവിനോട് പോലും ചോദിക്കാതല്ലേ ഇറങ്ങിപ്പോയത്. അവളുടെ കട ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ താരം വരുമത്രേ. സിനിമാ താരത്തിനൊന്നും വേറെ പണിയില്ലല്ലോ അവളുടെ പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാൻ വരാതെ. മല്ലിക: സുമിത്രേച്ചിയുടെ കട ചിലപ്പോൾ സിനിമാ താരമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്യും. അതിന് നിങ്ങളിങ്ങനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സരസ്യമ്മേ. സരസ്യമ്മ മല്ലികയെ വഴക്ക് പറഞ്ഞു വിടുന്നു. ഇതേസമയം സരസ്യമ്മയോട് ഫോണിൽ സംസാരിച്ച ശേഷം അസ്വസ്ഥനായിരിക്കുന്ന സിദ്ധാർത്ഥനോടായിട്ട് വേദിക: സിദ്ധു ഇപ്പോഴും വിശ്വസിക്കുന്നത് അവളുടെ പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ താരം വരുമെന്നാണോ? അതൊന്നും നടക്കില്ല സിദ്ധു. സിദ്ധാർത്ഥ്: നിലീനയാണ് സിനിമാ താരത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിലീന അങ്ങനെ വെറുതെ പറയില്ല വേദിക. വേദിക: സിദ്ധു ആകെ ടെൻഷനായിരിക്കുകയാണല്ലോ. ഏത് സിനിമാ താരത്തെ കാണാനായിരുന്നു സുമിത്ര പോയിരിക്കുന്നത്? സിദ്ധാർത്ഥ്: അതൊന്നും അറിയില്ല. ഏതോ വലിയ സിനിമാ താരമാ. വേദിക: പിന്നെ അവളുടെ പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാൻ വലിയ സിനിമാ താരം വരാൻ പോകുമല്ലേ. ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് വരുമായിരിക്കും ചിലപ്പോൾ. അവൾ നമ്മളോടൊപ്പം എത്താൻ ശ്രമിക്കുക സിദ്ധു. നടക്കുന്ന കാര്യമാണോ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത അവൾ എങ്ങനെ നമുക്കൊപ്പം എത്താനാ? ശേഷം കാണിക്കുന്നത് ഹോട്ടലിൽ സിനിമാ നടനെ കണ്ട് ഡേറ്റ് ബുക്ക് ചെയ്യാനിരിക്കുന്ന സുമിത്രയെ, അച്ഛനെയും ശ്രീകുമാറിനെയാണ്. നമുക്ക് പോകാമെന്നും നിലീന അദ്ദേഹത്തിനെ വിളിച്ചോളൂ എന്നൊക്കെ സുമിത്ര പറയുന്നു. എന്നാൽ ശ്രീകുമാറും ശിവദാസ മേനോനും സമ്മതിക്കുന്നില്ല. അതേസമയം താരത്തിന്റെ മാനേജർ അവർക്കടുത്തേക്ക് വരുന്നു. ഞാൻ താമസിച്ചോ? സാർ ഇപ്പോഴാ ഉണർന്നത്. ഉണർന്നപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. സുമിത്ര: ഞങ്ങളുടേത് ചെറിയ കടയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു കാണില്ല അല്ലേ? സാരമില്ല, ഞങ്ങൾ പൊക്കോളാം. മാനേജർ: അങ്ങനെ ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഉദ്ഘാടനത്തിന് വരുമെന്ന് സമ്മതിക്കില്ലായിരുന്നല്ലോ. നിങ്ങളുടെ പേര് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ കടയുടെ പേര് പോലും അദ്ദേഹം പറഞ്ഞു. ആരോ നിങ്ങളുടെ കാര്യം അദ്ദേഹത്തോട് നന്നായി പറഞ്ഞിട്ടുണ്ട്. സുമിത്രയ്ക്ക് അച്ഛനും ശ്രീകുമാറിനും സന്തോഷമാകുന്നു. അച്ഛൻ മാനേജറിനോട്: വളരെ ഉപകാരം സർ, ഞങ്ങളുടെ ചെറിയ കട ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചതിന്. ശ്രീകുമാർ: ഇതുവരെ വന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ സർ? മാനേജർ: അദ്ദേഹം നല്ല ഉറക്കക്ഷീണത്തിലാ. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങളുടെ കാര്യം അദ്ദേഹത്തോട് പറയാം. സുമിത്ര: വേണ്ട സാർ, പുലരും വരെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നതല്ലേ, റെസ്റ്റ് എടുത്തോട്ടെ. ഞങ്ങളുടെ സന്തോഷവും നന്ദിയും അദ്ദേഹത്തെ അറിയിച്ചാൽ മതി. മാനേജർ: 25 മുതൽ 30 വരെയുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾ എടുത്തിട്ട് ഞങ്ങളെ അറിയിക്കൂ. സാർ വരും. ഇപ്പം ആര് മുഖേനയാണ് കാര്യങ്ങൾ അറിയിക്കുന്നത് അതുവഴി തന്നെ അറിയിച്ചാൽ മതി. മാനേജറിന് നന്ദി പറഞ്ഞ് മൂവരും സന്തോഷത്തോടെ ഹോട്ടലിൽ നിന്ന് യാത്രയാകുന്നു. ഇതേസമയം
നിലീന സുമിത്രയെ ഫോണിൽ വിളിക്കുന്നു. തൻ്റെ ഒരു സുഹൃത്തു മൂലമാണ് സിനിമാ താരത്തെ കോൺടാക്ട് ചെയ്തതെന്നും ഷോപ്പിൻ്റെ ആവശ്യത്തിനായുള്ള പൈസ സുമിത്രയുടെ അക്കൗണ്ടിൽ ഇട്ടേക്കാം എന്നും പറഞ്ഞ് നിലീന ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ഓഫീസ് കഴിഞ്ഞ് സിദ്ധാർത്ഥ് ശ്രീനിലയത്തിൽ വന്നു കയറുമ്പോൾ സരസ്യമ്മ സുമിത്രയുടെ കുറ്റം പറയുന്നു. സിദ്ധാർത്ഥ്: അവരെപ്പോൾ വന്നമ്മേ? സരസ്യമ്മ: എപ്പോഴോ വന്നു, ഞാൻ സമയം നോക്കിയില്ല. നോക്കിയിട്ടും കാര്യമില്ല. നീയും സുമിത്രയും തമ്മിൽ ബന്ധം ഇതുവരെ പിരിഞ്ഞിട്ടില്ല. പിരിയുന്നത് വരെ അവളുടെ കടിഞ്ഞാൺ നിന്റെ കയ്യിലായിരിക്കണം. നീ അവളെ നിയന്ത്രിച്ച് നിർത്തണം. സിദ്ധാർത്ഥ്: ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സുമിത്ര സിദ്ധാർത്ഥൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നാളത്തെ വിശേഷം എന്ന് പറയുന്നത് സുമിത്ര നമ്മുടെ സിദ്ധാർത്ഥിനെ ശരിക്കും പൊരിച്ചെടുക്കുന്ന രംഗങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ. ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.